Hi students, provisions applicable in the absence of partnership deed. അതായത് പാർട്ണർഷിപ്പ് ഡീഡിലെ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് പ്രൊവിഷനാണ് അപ്ലിക്കബിൾ, അതായത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932ലുള്ള പ്രൊവിഷൻസാണ് ഞങ്ങളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണെന്നാണ് ഞാനിവിടെ പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമാണ് ഞങ്ങൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുന്നേ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറയാം. പാർട്ട്ണർഷിപ്പ് എന്താ? വെൻ 2 or more persons start business and share profit and loss of the business according to the agreement, as per the agreement. അതാണ് പാർട്ട്ണർഷിപ്പ്. അതായത് 2 or അതിലധികമോ ആൾക്കാർ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്നത് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റോടുകൂടി ബിസിനസ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിന് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയാം. അതിൽ ആ എഗ്രിമെൻറ്റ് റിട്ടേൺ ആകാം അല്ലെങ്കിൽ ഓറൽ ആകാം. അതായത് റിട്ടേൺ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഫ്യൂച്ചറിലുള്ള കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് റിട്ടേൺ ആയിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ആ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ചേർന്ന് ചെയ്യുന്ന 2 or അതിലധികമോ പീപ്പിൾസ് ചെയ്യുന്ന ബിസിനസ്. അതിന് പറയുന്ന പേര് ഫേം എന്നാണ്, പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് പറയുക. ഓരോ വ്യക്തികളെയും പറയുന്നത് പാർട്ട്നേഴ്സ് എന്നാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ചേർന്നിട്ടാണ് പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യുന്നത്. ആ പാർട്ട്ണർഷിപ്പ് ഫേം ഏത് പ്രകാരമായിരിക്കണം എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമാണ്. അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള അഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പം ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നത് പാർട്ട്നേഴ്സ് ഒന്നുകിൽ ഒരു പാർട്ട്ണർ എല്ലാവർക്കും വേണ്ടി ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ഒരുമിച്ച് ബിസിനസ് ആ ഫേം നടത്തി കൊണ്ടുപോകാം. അപ്പം അങ്ങനെ വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമാണ് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ് അവർ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുക. പ്രോഫിറ്റ് എങ്ങനെ, ചിലപ്പം പ്രോഫിറ്റ് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഇത്ര റേഷ്യോയിൽ ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രൊവിഷൻസ് പ്രകാരമാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് വന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ല, പ്രോഫിറ്റിനെ കുറിച്ചോ ലോസിനെ കുറിച്ചോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സ് അത് ഈക്വൽ ആയിട്ടാണ് ഷെയർഡ് ഈക്വലി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓരോ പാർട്ട്ണറും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണോ വേണ്ടയോ ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അലൗഡ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് വേണ്ട, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പാർട്ട്നേഴ്സിന്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ചിലപ്പം ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് വേണോ എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ചാർജ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും വേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വേണ്ട. പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുത്തിരിക്കണം. ഇനി ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഓർ ലോൺ ബൈ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ലോണ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 6% per annum ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇറ്റ് ഈസ് പേയബിൾ ഈവൺ ഇഫ് ദർ ഈസ് ലോസ്. ഫേമിൽ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം, പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും. ഇനി റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ, അതെങ്ങനെയാണ് പാർട്ട്നേഴ്സിന്? ഇപ്പോൾ റെമ്യൂണറേഷൻ ഈസ് നോട്ട് അലൗഡ്. ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം റെമ്യൂണറേഷൻ അലൗഡ് അല്ല പാർട്ട്നേഴ്സിന്. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ന്യൂ പാർട്ട്നേഴ്സ് കനോട്ട് ബി അഡ്മിറ്റഡ് അൺലെസ് ഓൾ ദ പാർട്ട്നേഴ്സ് എഗ്രീസ്. അതായത് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഷെയർ
പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേണ്ട. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഓർ ലോൺ ബൈ പാർട്ട്ണർ 6% പെർ ആനം ഉണ്ട്. റെമ്യൂണറേഷനും അലൗഡ് അല്ല. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ പാർട്ട്ണറുടെയും കൺസെൻറ്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട്ണർഷിപ്പിന് ഡെഫിനിഷൻ വേറെ ഉണ്ട്. ഞാനിവിടെ മീനിങ് മാത്രമേ പറഞ്ഞുള്ളൂ. പാർട്ട്ണർഷിപ്പ് എന്താണ്, അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത്. ഓക്കെ.